കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ കിരണിന്റെ കല്യാണിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് കല്യാണിയുടെ പെയിന്റിംഗ് കോമ്പറ്റീഷൻ അങ്ങനെ തുടങ്ങി. അങ്ങനെ കോമ്പറ്റീഷൻ പങ്കെടുത്തോണ്ടിരിക്കുന്ന സമയത്ത് അവിടെയാണെങ്കിൽ സരയുവിന് ഇരുന്നിട്ടിരിക്കപ്പുറത്തില്ല. കാരണം സരയുവിന്റെ ഉള്ളില് അവളെങ്ങാനും ജയിക്കുവോ, കല്യാണി ജയിക്കുവോ എന്നൊരു ടെൻഷനായിരുന്നു ഉണ്ടായിരുന്നേ. ഈ സമയം അവിടെ രാഹുലും ശാരി ഇരിക്കുന്നുണ്ടായിരുന്നു. രാഹുൽ അതന്നെ ശ്രദ്ധിച്ചോണ്ടിരിക്കുക. പക്ഷെ ശാരിയുടെ മനസ്സ് എവിടെ എങ്ങോ അല്ല. ശാരി ടി വിക്കകത്ത് നോക്കിയിരിക്കുന്നുണ്ടെങ്കിലും ശാരിയുടെ മനസ്സ് വേറെ എങ്ങോ ആണ്. ഈ സമയത്ത് സരി പറഞ്ഞു, അല്ല അമ്മ ഇതെന്താ ചിന്തിച്ചോണ്ടിരിക്കുന്നേ, അമ്മ ഇതൊന്നും കാണുന്നില്ലേന്ന് ചോദിക്കുക. പെട്ടെന്ന് അല്ല അത് പിന്നെ ഞാൻ മോളെ. രാഹുല് പെട്ടെന്ന് പറഞ്ഞു, പിന്നെ അവൾക്ക് ഇത് വല്ലതും നോക്കാൻ സമയമുണ്ടോ, അവള് വേറെ എന്തോ ആലോചനയിലാന്ന് പറയണം. ഇത് കേട്ട ശാരി പറഞ്ഞു, ഒരക്ഷരം മിണ്ടിപ്പോയേക്കരുത്, മിണ്ടിപ്പോയിട്ട് നിങ്ങളുടെ തലമുടയാണ് അടിച്ചു പൊട്ടിക്കുമെന്ന് പറയാം, മിണ്ടായിരിക്കണോ അവിടെയെന്ന് പറയാം. എന്താ അമ്മ ഇത്, അല്ലെങ്കിൽ തന്നെ നല്ല തിരുവോണത്തിന്റെ ദിവസമായിട്ട് ദേ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ രണ്ടുപേരും കൂടെ വഴക്കായിരുന്നു. ഇവിടെ വന്നിരിക്കുമ്പോഴെങ്കിലും ഇച്ചിരി സമാധാനം കിട്ടുമെന്ന് ഓർത്ത് കഴിഞ്ഞപ്പോ അത് അതിനേക്കാളും വലിയ പ്രശ്നം. എന്താ അമ്മേ കുഴപ്പം, എന്തിനാ എങ്ങനെ എപ്പോഴും എപ്പോഴും നിങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ വഴക്കുണ്ടാക്കണമെന്ന് ചോദിക്കാം. ഇത് കേട്ടതിന് രാഹുൽ പറഞ്ഞു, അതെ മോളൊരു കാര്യം ചെയ്യണം, അമേരിക്കയിൽ പോകുന്ന സമയത്ത് ദേ നിന്റെ അമ്മേനെയും കൂടെ കൊണ്ടുപോകും കേട്ടോ, ഞാൻ ഇവിടെ എവിടെയെങ്കിലും കഴിഞ്ഞോളാന്ന് പറയാം. ഇത് കേട്ട ശാരി പറഞ്ഞു, അതേളൂ ഞാൻ പോവും, ഞാൻ അമേരിക്കയ്ക്ക് തന്നെ പോവുക ചെയ്യുമെന്ന് പറയാം. എന്നാലും അവള് സമ്മാനം മേടിക്കുന്ന എനിക്ക് കാണാൻ പറ്റില്ലമ്മേ. കണ്ടോ ഇപ്പൊ തന്നെ കണ്ടില്ലേ ആ രൂപാന്റിയുടെ സ്വഭാവം. രൂപാന്റെ ആണെങ്കിൽ പണ്ടൊക്കെ എപ്പോഴും ഇങ്ങോട്ട് വരുമായിരുന്നു, ഇപ്പൊ എന്ത് ചെയ്യാനാ, രൂപാന്റെ ഈ ഭാഗത്തേക്ക് പോലും വരുന്നില്ലെന്ന് പറയാം. രാഹുല് പറഞ്ഞു, തിരുവോണമായിട്ട് ഞാൻ രൂപയുടെ അടുത്തേക്ക് പോകണമെന്ന് ഓർത്താ, പക്ഷെ ആ ചന്ദ്രസേനൊക്കെ അവിടെ കാണുമെന്ന് ഓർത്തിട്ടാ അങ്ങോട്ട് പോകത്തെ. അത് മാത്രമല്ല എല്ലാവരുടെയും ടി വിയുടെ മുന്നിലായിരിക്കും, അതുകൊണ്ട് അവിടെ പോയി നാണം കിടണ്ടല്ലോ എന്ന് വിചാരിച്ചാ ഞാൻ അങ്ങോട്ട് പോകത്തേന്ന് പറയാം. ഇത് കേട്ട് ശാരി പറഞ്ഞു, അതെന്താളും നന്നായെന്ന് പറയാം. എന്നാലും രൂപാന്റിക്ക് ഇത് എന്തു പറ്റിയതാമേ, ആ കിരണിനെയും കല്യാണയും പോലെയുള്ള ദുഷ്ടകള്, നന്ദിയില്ലാത്തങ്ങള്. ഇത് കേട്ടൻ രാഹുൽ പറഞ്ഞു, അതെ നന്ദിയില്ലാത്ത അവർക്കല്ല, ഇവിടെ വേറെ ചിലർക്കാന്ന് പറയണം. ഇത് കേട്ടതും ശാരി പറഞ്ഞു, താൻ ആരെയാടോ ഉദ്ദേശിച്ചെന്ന് ചോദിക്കാം. അത് വഴിയേ മനസ്സിലാക്കിയോളൂ, മരുമോൻ വലിയ സംഭവമാണെന്ന് പറഞ്ഞാൽ ഇവിടെ ചിലരൊക്കെ ഇരിക്കുന്നേ, അതൊക്കെ മനസ്സിലാകാൻ പോകുന്നുള്ളെന്ന് പറയാം. ഇത് കേട്ട സരി പറഞ്ഞു, അച്ഛാ ഒരു കാര്യം ഞാൻ മുമ്പേ അച്ഛനോട് പറഞ്ഞായിരുന്നു, ദേ വെറുതെ എന്നെ മനുവേട്ടനെ കുറ്റപ്പെടുത്താൻ വന്നോണ്ടല്ലോ, ദേ അച്ഛനാന്ന് ഞാൻ നോക്കൂല, ഒന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ടോ എന്റെ കൺമുന്നിന്ന് പറയാം. ഇത് കേട്ടും രാഹുൽ ഒന്നും മിണ്ടാതെ അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ്. പിന്നീട് പെയിന്റിങ് നാളെ തുടർന്നോണ്ടിരിക്കുക. അപ്പം ടി വിക്കകത്ത് ലൈവായിട്ട് കാണിച്ചോണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് ചന്ദ്രസേനും കിരണും ഒക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. ചന്ദ്രസേനൻ പറഞ്ഞു, അവൾക്ക് പ്രൈസ് കിട്ടിയാൽ മതിയായിരുന്നു. ഈ സമയത്ത് രൂപ പറഞ്ഞു, എങ്ങോട്ട് പോകാനാ പ്രൈസ് കിട്ടാതെ, ഉറപ്പായിട്ടും പ്രൈസ് കിട്ടുക തന്നെ, കല്യാണമോളല്ലേ കോമ്പറ്റീഷൻ പങ്കെടുക്കാൻ പോയത്. ആ സമയത്ത് സോണി പറഞ്ഞു, ശരിയാ ഉറപ്പായിട്ടും പ്രൈസ് കിട്ടുക തന്നെ ചെയ്യും, കല്യാണി ഒരു കോമ്പറ്റീഷൻ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അവൾക്ക് എന്താണേലും പ്രൈസ് കിട്ടുമെന്ന് ഉറപ്പാ, അവൾ പ്രൈസും കൂടെ ഇങ്ങോട്ട് വരത്തുള്ളൂ എന്ന് പറയാം. ഈ സമയം പൂജാമുറിയിലായിരുന്നു കാർത്തിക. പതിവിലും വിപരീതമായിട്ട് കുറെ സമയം പൂജാമുറി പ്രാർത്ഥിക്കണം. അങ്ങനെ ഭഗവാനൊക്കെ പൂജ ചെയ്തിട്ട് കാർത്തിക പ്രാർത്ഥിക്കുക, എന്റെ ഭഗവാനെ എന്റെ അനിയത്തിയുടെ കോമ്പറ്റീഷനാ, അവള് വിന്നറായിട്ട് വേണം ഇങ്ങോട്ട് തിരികെ വരാനായിട്ട്, ഒരാപത്തിലും പെടുത്താതെ കാത്തോണേ, അവൾക്ക് വരയ്ക്കാനുള്ള പെരിയാളുടെ ശക്തിയൊക്കെ കൊടുക്കണേ, അവളുടെ കൈക്ക് അതിനുള്ള ശക്തി കൊടുക്കണേ ഭഗവാനെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോ ഭാനുമതിയമ്മ, എന്താ മോളെ പതിവിലും വിപരീതമായിട്ട്, സാധാരണഗതി നീ രാവിലെ ഉച്ചയ്ക്കോ പൂജാമുറി കയറാറുള്ളല്ലോ, പിന്നെന്താ ഈ സമയത്തെന്ന് ചോദിക്കാം. അത് പിന്നെ മുത്തശ്ശി ഇന്നല്ലേ ആ കല്യാണിന്റെ പെയിന്റിംഗ് കോമ്പറ്റീഷൻ നടക്കണേ, അപ്പൊ അവൾക്ക് പ്രൈസ് കിട്ടലെന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ കേറിയതാന്ന് പറയാ. ഓ അത് ശരിയാണല്ലോ അല്ലേ, അവൾക്ക് കിട്ടാനൊന്നും പോകുന്നില്ല മോളെ, ദേ അവള് വെറുതെ പോയതാ. അല്ല മോൾക്കൊരു കാര്യം അറിയാം, ഇതിനു മുമ്പൊക്കെ പ്രൈസ് കിട്ടിയിട്ടുണ്ടെങ്കിലേ ആ ചന്ദ്രസേനുണ്ടല്ലോ ഇഷ്ടം പോലെ പൈസയുണ്ട്, അയാള് പൈസ കൊടുത്തിട്ടാ ദേ അവൾക്ക് ഓരോ കോമ്പറ്റീഷന് അവളെ വിജയിപ്പിച്ചോണ്ടിരുന്നേ. പക്ഷെ ഇതങ്ങനെയല്ലെന്നാ പറയുന്നത് കേട്ടെ. അല്ല മോൾക്ക് ഒത്തിരി പിടിപാടുകളൊക്കെ ഉള്ളല്ലേ, മോൾക്കൊരു കാര്യം ചെയ്യാൻ പറ്റുമോ, അവൾക്ക് പ്രൈസ് കൊടുക്കല്ലെന്ന് ആരെ കൊണ്ടെങ്കിലും ഒന്ന് വിളിച്ചു പറയിക്കാൻ പറ്റുമെന്ന് ചോദിക്കാം. ഇത് കേട്ടത് കാർത്തിക പറഞ്ഞു, അത് പറ്റില്ല എന്ന് പറയാം, ഇവിടെ നമുക്ക് അങ്ങനെ റെക്കമെൻഡേഷൻ ഒന്നും പാടില്ല എന്ന് പറയാം. ഓ രക്ഷപ്പെട്ടു, അന്നെങ്കിൽ പിന്നെ ആ ചന്ദ്രസേനെ റെക്കമെൻഡ് ചെയ്യത്തില്ലോ, അതുകൊണ്ട് ഈ തവണ അവള് ഉറപ്പായിട്ട് 8 നില പൊട്ടിപ്പോവും, ഞാനേ ഒന്ന് പ്രാർത്ഥിച്ചിട്ടോട്ടെ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് ഭാനുമതി അമ്മ പൂജാമുറിയിലേക്ക് കയറുക. എന്നിട്ട് പ്രാർത്ഥിക്കുക, എന്റെ ഭഗവാനെ അവൾക്ക് പ്രൈസ് കിട്ടല്ലേ, അങ്ങനെയായാലും കിട്ടിയാല് അവൾ ഒരു കാരണവശാലും ഇങ്ങോട്ട് തിരികെ വരില്ല, ദേ ആ ഫ്ലൈറ്റ് പൊട്ടിത്തെറിച്ച് അവള് ചാകണം, ദേ ആ ഫ്ലൈറ്റ് അവിടെ തന്നെ കത്തി എരിഞ്ഞ് തീരണം, താഴെ പോലും വീഴല്,
എന്റെ ഭഗവാനെന്ന് പറഞ്ഞ് മനോരി പ്രാർത്ഥിക്കുക. ഈ സമയം കാർത്തിക പറഞ്ഞു, നശിക്കാൻ പോകുന്ന ആരാന്ന് കണ്ടോ? അധികം വൈകാതെ തന്നെ തള്ളേ, നീയും നിന്റെ മാനും കൊച്ചുമാനും ഒക്കെ ആയിരിക്കും നശിക്കാൻ പോകുന്നേ. ദേ കല്യാണി അങ്ങോട്ട് ഉയരത്തിലെത്തും. അവളെന്റെ അനിയത്തിയാ. അവളെ കുറിച്ച് നിനക്ക് ശരിക്കും അറിയത്തില്ല. എന്നെ കുറിച്ചെന്ന് കാർത്തിക പറയാണ്. ഈ സമയത്ത് ടി വിക്കകത്ത് തന്നെ നോക്കിക്കൊണ്ടിരുന്ന കിരണ് വല്ലാത്ത ടെൻഷൻ. ഈ സമയം ചന്ദ്രസേനൻ ചോദിച്ചു, എടാ അവളല്ലേ പെയിന്റ് ചെയ്യുന്നേ, അത് നീ ഇതിനെ മാത്രം ടെൻഷൻ അടിക്കണേ എന്തിനാന്ന് ചോദിക്കുക. ഒന്നുമില്ലാന്ന് പറയണേ. അങ്ങനെ പെയിന്റിങ് കോമ്പറ്റീഷൻ എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോ അത് നോക്കുന്ന ജഡ്ജസ് വന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓരോന്നിങ്ങനെ ഓരോ പെയിന്റിങ് നോക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ കല്യാണിന്റെ വന്ന് നോക്കി. ഈ സമയത്ത് ചന്ദ്രസേനൻ പറഞ്ഞ്, കണ്ടില്ലേ മോള് വരച്ച് എന്താന്ന് നോക്കി, അവളുടെ ജീവിതം തന്നെ അവളതിനകത്ത് വരച്ചു വെച്ചിരിക്കുന്നേ. തൊഴുത്തും അതോടൊപ്പം തന്നെ ഒരു കുട്ടിയും പിന്നെ ചാട്ടവാറുമായിട്ട് നിൽക്കുന്ന പ്രകാശനും, ആ കുട്ടി കല്യാണി, പിന്നെ അവൾ അനുഭവിച്ച ജീവിത ദുരിതങ്ങളോ അതൊന്ന് നമുക്കറിയാൻ പറ്റും പെട്ടെന്ന് തന്നെ എന്ന് പറയാണ്. ഇത് കേട്ട ലക്ഷ്മി, ഇത് കേട്ടതും ദീപ പറഞ്ഞ്, ശരിയാ, എന്റെ മോൾ എത്രമാത്രം അനുഭവിച്ചിട്ടുണ്ടെന്ന് അറിയാവോ. അവൾക്കതൊന്നും പെട്ടെന്ന് മനസ്സിൽ നിന്ന് പോകത്തില്ല. പാവം, അവളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും അവൾ അവിടെ പകർത്തി വെച്ചിരിക്കുന്നു പറയാം. കിരൺ പറഞ്ഞു, എന്തൊക്കെ പറഞ്ഞാലും ശരി, കല്യാണി കോമ്പറ്റീഷൻ പങ്കെടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അവൾക്കൊരു ബാധ കയറിയതുപോലെ അത്ര സമയം അവൾ കൂളായിട്ട് നിൽക്കും. പക്ഷേങ്കില് ആ പെയിന്റും ബ്രഷും കയ്യിലേക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവളൊരു ബാധ ഇളകിയതുപോലെ പിന്നെ അങ്ങോട്ട് പെയിന്റ് ചെയ്യാൻ തുടങ്ങും. അത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണെന്ന് പറയാം. ഇത് കേട്ടത് സോണി പറഞ്ഞു, അത് ശരിയാന്ന് പറയണം. അപ്പോഴാണ് കിരണിന്റെ ഫോൺ ബില്ലിരിക്കുന്നത്. നോക്കിയപ്പോ ക്രിസ്റ്റീനയെ വിളിക്കുന്നത്. സാറ് ചിലപ്പം ഭാര്യയുടെ പെയിന്റിംഗ് കോമ്പറ്റീഷൻ കണ്ടോണ്ടിരിക്കുക അല്ലേന്ന് ചോദിക്കണം. അതെ, ക്രിസ്റ്റീനയ്ക്ക് എങ്ങനെ മനസ്സിലായി? അതൊക്കെ എനിക്ക് അറിയാൻ പറ്റൂല്ലോ എന്ന് പറയണം. അല്ല, തിരുവോണമായിട്ട് ക്രിസ്റ്റീനയ്ക്ക് ഇങ്ങോട്ടൊന്ന് വരാമെന്ന് പറയണം. തിരുവോണമായിട്ട് എന്റെ കുറച്ച് ഫ്രണ്ട്സ് വന്നായിരുന്നു. അപ്പൊ അവരുമായിട്ടൊന്ന് ഞാൻ ജോലി ചെയ്യാൻ പോയി, അതുകൊണ്ടാ വരാത്തെ. കുഴപ്പമില്ല, പിന്നീട് കാണാം. സാറ് വിഷമിക്കൊന്നും വേണ്ട. സാറിന്റെ ഭാര്യയ്ക്ക് തന്നെ എന്താളും കോമ്പറ്റീഷൻ പ്രൈസ് കിട്ടുമെന്ന് പറയാം. ഇത് കേട്ടതും കിരൺ പറഞ്ഞു, ക്രിസ്റ്റീനയുടെ നാവ് പൊന്നാവട്ടെ എന്ന് പറയാം. എന്നാ ശരി സാർ, വെച്ചേക്കട്ടെ എന്ന് ചോദിക്കണം. ഫോൺ കട്ട് ചെയ്യാണ്. ചന്ദ്രസേനോട് കിരൺ പറഞ്ഞു, അതെ, ആ ക്രിസ്റ്റീനെ വിളിച്ചേക്കുന്ന പുതിയ സ്റ്റാഫ് ഉണ്ടല്ലോ നമ്മുടെ. മനസ്സിലായി, അവൾ ആള് പൊളിയാന്ന് പറയാണ്. അവൾ ഇച്ചിരി സ്മാർട്ടും കൂടെയാന്ന് പറയാം. പിന്നെ ഇച്ചിരി ആഡംബരം ഉണ്ടെന്നുള്ളൂ, അത് കുഴപ്പമൊന്നുമില്ല. ഇത് കേട്ടൻ രതീഷ് പറഞ്ഞു, സ്മാർട്ട് എന്നല്ല, ഓവർ സ്മാർട്ട് എന്നാ പറയണേ. എനിക്ക് അത്രയും കൂടെ പിടിച്ചിട്ടില്ല എന്ന് പറയാണ്. ഇത് കേട്ടാൻ ചന്ദ്രസേനൻ പറഞ്ഞു, ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെയാ പെൺകുട്ടികള്. അവരവരുടേതായ ഫ്രീഡത്തിനാ നടക്കണേ. നമുക്ക് അതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറയാം. എന്തായാലും കൊള്ളാം. ഇനിയിപ്പം അവളെപ്പോലെ സ്റ്റാഫ് നമ്മുടെ കമ്പനിയിൽ വന്ന് നന്നായി എഫിഷ്യന്റാ, നല്ല ക്വാളിഫിക്കേഷൻ ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇനിയിപ്പം കാർത്തികയുടെ കമ്പനി ഉയർന്നു വരുമല്ലേ, അപ്പൊ എന്താണെങ്കിലും നമുക്കൊരു എതിരാളിയായിട്ട് അവരുടെ കമ്പനി ഉയർന്നു വരുമെന്ന് പറയാം. ഇത് കേട്ടൻ ചന്ദ്രസേനൻ പറഞ്ഞു, ആ കാര്യത്തിൽ നീ വിഷമിക്കണ്ട. ആ വിക്രമും പ്രകാശനും അല്ല കമ്പനിയിൽ ഇരിക്കുന്നേ, അതുകൊണ്ട് കമ്പനി ഒരിക്കലും ഉയരാൻ പോകുന്നില്ലെന്ന് പറയാ. പെട്ടെന്ന് കിരൺ പറഞ്ഞു, അങ്ങനെ അങ്ങ് തള്ളിക്കളയാൻ വരട്ടച്ചാ. കാരണം ഈ കാർത്തിക എന്ന് പറയുന്നുണ്ടല്ലോ, അവൾക്കാണെങ്കിൽ ഈ ബിസിനസ് ഒക്കെ ചെയ്യുന്ന നല്ല എക്സ്പീരിയൻസ് ഉള്ള, അതുകൊണ്ടാണല്ലോ ഇന്ത്യ ഒട്ടാകെ അവളുടെ ബിസിനസ് പടർന്ന് പന്തലിച്ചിരിക്കുന്നത്, കാർത്തിക ഫുഡ് പ്രൊഡക്ട്സ്. അപ്പൊ അതുകൊണ്ട് അവൾക്ക് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അവൾക്കറിയാം എങ്ങനെ ചെയ്യണം എന്നൊക്കെയുള്ളത്. അതുകൊണ്ട് അവളെ നമ്മൾ അങ്ങനെ അങ്ങ് തള്ളിക്കളയില്ലെന്ന് പറയാം. ഇത് കേട്ട സോടി പറഞ്ഞു, എനിക്ക് തോന്നുന്നേ ഈ കാർത്തിക പ്രകാശനെയും വിക്രത്തിനെയും കൂടെ കൂട്ടിരിക്കുന്ന വേറെ എന്തോ കാര്യം ലക്ഷ്യം വെച്ചിട്ടാന്ന് തോന്നേ. മിക്കവാറും പണി കൊടുക്കാൻ തന്നെ തീരുമാനിച്ചിട്ടായിരിക്കും. കണ്ടു, ആ വിക്രത്തിനിട്ട് സാധി കൊടുത്ത പണി പോലെ മിക്കവാറും ഒരു പണി കിട്ടുമെന്ന് പറയാം. ഇത് കേട്ടതും ചന്ദ്രസേനൻ പറഞ്ഞു, ചിലപ്പോ അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പറയാണ്. അതിനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ടെന്ന് പറയാം. ഈ സമയം ആകെപ്പാടെ വിളറി പിടിച്ച് സരയ അങ്ങോട്ടും ഇങ്ങോട്ടും മുറിയിൽ കൂടെ നടക്കുവാണ്. സരയുനാണ് ടെൻഷൻ. ഇനി എങ്ങാനും കല്യാണിക്ക് പ്രൈസ് കിട്ടുമോ? പ്രൈസ് കിട്ടിയ അതോടുകൂടി തീർന്നു. നാണക്കേട് കാണാൻ തല ഉയർത്ത് നടക്കാൻ പറ്റുമോ? ഈ സമയം ശാരി അങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു, അല്ല മോളെ, നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? അവൾക്ക് പ്രൈസ് കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ, അവളുടെ വഴിക്ക് അങ്ങോട്ട് വിട്ടേക്കാൻ പറയാ. ഇത് കേട്ടും സരയു തിരിഞ്ഞു എന്നിട്ട് ചോദിച്ചു, ഈ ഇടയായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്ന അമ്മയ്ക്ക് അവളോടൊരു സിമ്പതി ഉണ്ടല്ലോ, എന്താ അമ്മയെന്ന് ചോദിക്കുക. അങ്ങനെയൊന്നും ഇല്ല മോളെ, വെറുതെ എന്തിനാ ഈ സമയത്ത് ഇങ്ങനെ ഒരു വഴക്കും പ്രശ്നങ്ങളൊക്കെ? മോളുടെ വയറ്റിൽ കുഞ്ഞുണ്ട്, അത് മാത്രല്ല അധികം വൈകാതെ നമ്മൾ അമേരിക്കയ്ക്ക് പോകാൻ പോയില്ലേ, പിന്നെ അവളോട് എന്തിനാ വൈരാഗ്യം കാണിച്ചോണ്ട് നമ്മളിരിക്കുന്നേ? അവൾ എന്താന്ന് വെച്ചാൽ കാണിക്കട്ടെ എന്ന് പറയാ. പെട്ടെന്ന് സരിയ പറഞ്ഞതേ, അമ്മയ്ക്കറിയല്ലോ എന്റെ മാനസികാവസ്ഥ എന്താന്ന്. അവളാ എല്ലാത്തിനും കാരണം. അല്ല മോളെ, അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നിനക്ക് നല്ലൊരു ഭർത്താവിനെ കിട്ടിയതെന്താ? ആ കിരണിനെ പോലെ ഒരാൾ നിന്റെ ജീവിതത്തിലേക്ക് വരാത്തോണ്ടല്ലേ നിൽക്കും. അത് ശരിയാ, അതുകൊണ്ടാണ് എനിക്ക് മനുവേട്ടന്റെ ഭർത്താവായിട്ട് കിട്ടിയത് തന്നെ. എന്തായാലും നിനക്ക് കിട്ടിയ ഭർത്താവ് നല്ലവനാ, എന്റെ മരുമോൻ നല്ലവനാ, എനിക്ക് അത്രയ്ക്ക് അവൻ ഇഷ്ടമെന്ന് പറയണം. ഈ സമയത്ത് അങ്ങോട്ട് രാഹുൽ വന്നിട്ട് പറഞ്ഞു,
പറഞ്ഞ് സംസാരിച്ചോ. മരുമോനെ പൂഴ്ത്തിക്കൊണ്ടിരുന്നു. എന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് SI വിളിച്ചിട്ടുണ്ടായിരുന്നു പറയാം. ഇത് കേട്ട ശാരിയിലൊരു ഞെട്ടലുണ്ടായി. എന്തിന്? ഇവിടെ താരയെന്ന് പറയുന്ന ഒരുത്ത് വരുമായിരുന്നല്ലോ. അവളുടെ തലമണ്ട ആര് തല്ലിപ്പൊളിച്ചു. അവള് ഹോസ്പിറ്റലിലാന്ന്. അപ്പൊ അതിനുവേണ്ടി എന്നെ വിളിപ്പിച്ചിരിക്കുക. അല്ല, അപ്പൊ എന്നെ വിളിപ്പിച്ചോ? നിന്നോട് വരാനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല, എന്നെ വിളിപ്പിച്ചിരിക്കുന്നു പറയണ. ഇത് കേട്ടത് സരിയ പറഞ്ഞു, നല്ല കാര്യമായിപ്പോയി. ഞാൻ ചെയ്യേണ്ട പ്രവൃത്തി ആരോ ചെയ്തിരിക്കുന്നു. എന്തുകൊണ്ടും നല്ല കാര്യം തന്നെയാ. ഇത് അവൾക്കിട്ട് കിട്ടണമെന്ന് പറയാം. പണ്ടേ അവളെ അവസാനിപ്പിക്കേണ്ടതായിരുന്നു. ഞാനിന്ന് സ്റ്റേഷനിൽ പോയിട്ട് വട്ടെ എന്ന് പറഞ്ഞിട്ട് രാഹുൽ അങ്ങോട്ട് കയറി പോവാണ്. ഈ സമയത്ത് ശാരി പറഞ്ഞു, ഇനിയിപ്പം എന്തൊക്കെ സംഭവിക്കുമെന്ന് കണ്ടറിയണം. എന്താമ്മേ, എന്താ കാര്യം? ഒന്നുമില്ല. ഞാൻ 2-3 ദിവസമായിട്ട് ശ്രദ്ധിക്കുന്നു. അമ്മയുടെ മനസ്സ് ഇവിടെ എങ്ങുമല്ല. അമ്മ മറ്റെന്തൊക്കെയോ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നേ. അല്ല മോളെ, ഞാൻ അച്ഛന്റെ ഓരോ കാര്യങ്ങളൊക്കെ ചിന്തിക്കുമായിരുന്നു. ചാരിയുടെ മനസ്സിൽ അതൊന്നും ആയിരുന്നില്ല, വേറെ പല കാര്യങ്ങളും ആയിരുന്നു. എന്താന്ന് വെച്ചാ താര വീഴുന്നു, താരേനെ തള്ളിയിരുന്നു, പിന്നീട് അവൾക്ക് പരിക്ക് വരുന്ന കാര്യങ്ങൾ, അതൊക്കെ ചിന്തിക്കുമ്പോൾ ശാരിക്ക് വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നേ. ഈ സമയം TV കണ്ടുകൊണ്ടിരിക്കുകയാണ് പ്രകാശനും വിക്രമും കാർത്തിയും കൂടെ. അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭാനുമതി അമ്മയും കൂടെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഭാനുമതിയും പറഞ്ഞു, TVക്കകത്ത് അവൾ നിറഞ്ഞു നിൽക്കുന്ന കണ്ടില്ലേ? ഞാൻ തൊഴുത്തിൽ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്നവളാന്ന് പറയണം. പെട്ടെന്ന് കാർത്തി തൊഴുത്തിലോ? ഇത് കേട്ടത് പ്രകാശൻ അമ്മേനെ നോക്കി. എന്നിട്ട് പറഞ്ഞു, അല്ല മോളെ, ഇതേ തൊഴുത്തിൽ കിടക്കുന്നത് അങ്ങനെയല്ല കേട്ടോ. അവള് തൊഴുത്തിലൊന്നും അല്ല കിടന്നേ. അവള് നല്ല പട്ടുമത്തലല്ലേ കിടന്നത്. പിന്നെ തൊഴുത്തിൽ കിടന്നതെന്ന് പറഞ്ഞ അമ്മ പറഞ്ഞ എന്താന്ന് വെച്ചാലേ, അവൾക്ക് പശുക്കളോട് ഭയങ്കര താല്പര്യമായിരുന്നു. അങ്ങനെ എന്നോട് പറഞ്ഞു. ഞാൻ മാർക്കറ്റിൽ പോയി 1-2 പശുക്കളെ വാങ്ങിച്ചുകൊണ്ട് വന്നു. അങ്ങനെ പശുക്കളെ കൊണ്ടുകഴിഞ്ഞപ്പോൾ അവൾക്ക് അവറ്റകളോടൊപ്പം കിടക്കണമെന്ന് ഭയങ്കര മോഹം. അങ്ങനെ 2 ദിവസം മറ്റും അവള് കിടന്നു എന്ന് പറയാണ്. ഭാനുമതിയമ്മ പറഞ്ഞു, കഞ്ഞി അല്ലാതെ ഒരു വറ്റ് പോലും കൊടുത്തിരുന്നില്ല എന്ന് പറയാണ്. പെട്ടെന്ന് പ്രകാശം തിരുത്തി, അതെ വിക്രത്തിന് കൊടുത്ത കാര്യമാണ് പറഞ്ഞേ. അതെ, അവൾമാർക്ക് 2 പേർക്കും, എന്റെ പെൺമക്കൾക്ക് 2 പേർക്കും ചോറും മീൻകറിയും, ചില ദിവസം ചിക്കനും ഉണ്ടാവുന്നില്ലമ്മേ. അതെ അങ്ങനെ കൊടുത്തിരുന്നു. പക്ഷെ എന്റെ മോൻ വിക്രത്തിനുണ്ടല്ലോ, വിക്രത്തിന് വെറും വറ്റ് മാത്രം കൊടുത്തോണ്ടിരുന്നത്. എന്നിട്ടാണ് അവൾമാര് ചിക്കൻ കട്ട് ചെയ്യുന്ന പോലെ ഞങ്ങളുടെ കട്ട് ചെയ്തിട്ട് ഇറങ്ങി പോയെന്ന് പറയാം. കാർത്തി പറഞ്ഞു, അങ്ങനെയൊക്കെ അല്ലേ, എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ദൈവമേ, ഒരിക്കലും അവൾക്ക് പ്രൈസ് കിട്ടില്ല. അവൾ ഒരിക്കലും ഗതി പിടിക്കാനും പോകുന്നില്ലെന്ന് പറയാണ്. ഈ സമയം കാർത്തി മനസ്സിൽ പറയുന്ന മറ്റൊന്നായിരുന്നു. അവള് കണ്ടോടാ, നീയൊക്കെ ചവിട്ടി അരച്ച അവള് ഇന്ന് പ്രശസ്തയാൻ പോവാ. ഇതൊക്കെ കണ്ട് നീയും നിന്റെ അമ്മയും നിന്റെ മകനും ഒക്കെ തകർന്നടിഞ്ഞ് ഇവിടെ കിടക്കും. ഇതേ കണ്ടോ, നിന്റെയൊക്കെ അവസാനമായെന്ന് പറയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.